MLA വന്നപ്പോ ഒരു 15 അടി പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്നപ്പോൾ ഞങ്ങൾക്കൊരു GCS എന്ന് പറയും, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയും, ബ്രെയിനിന്റെ ഇഞ്ചുറി അതിന്റെ ഡെപ്ത് അളക്കുന്നതാണ്. 15-ൽ 8 ആയിട്ടാണ് വന്നത്. വന്ന് അത്രയും 8 ആയപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആള് വെന്റിലേഷനിലാണ്. നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി. കാരണം ഇത്രയും മോളിൽ നിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ്, പോളിട്രോമ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ള ഒരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്, ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആള് വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോൾ ഒരു ഇന്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ്, നല്ല സ്കാൽപ് സ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിംഗ് ഉണ്ട്. ആള് വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യും. ആള് കോൺഷ്യസ് അല്ല. വന്നപ്പോൾ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ സെഡേഷനിലാണ് ആള്. ഇപ്പൊ സ്റ്റേബിൾ ആണെന്ന് പറയാറായിട്ടില്ല. 24 hours. ലങ് ഒന്ന് സെറ്റിൽ ആവണം, ബ്രെയിനും ഒന്ന് സെറ്റിൽ ആവണം. ബ്രെയിനിൽ ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചറി ആണ്, ലങ്ങിലെ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിലായിട്ട് BP ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സീ വാട്ട് ദ റെസ്പോൺസ് ഈസ്. തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല. കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ്. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. ലങ് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട്. ഇറ്റ് ഇസ് മോർ ഓൺ ദ റൈറ്റ് സൈഡ്, ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ്. പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് വീൽ ഹാവ് ടു കൺസിഡർ ഇറ്റ് സിഗ്നിഫിക്കന്റ്ലി ഇഞ്ചേർഡ് റൈറ്റ് അറ്റ് ദിസ് മൊമെന്റ്. സർജറിയുടെ ആവശ്യമില്ല. ബ്രെയിൻ പാർട്ടൊന്നും സർജറി ആവശ്യമില്ല. സ്പൈൻ പാർട്ടൊന്നും സർജറിയുടെ ആവശ്യങ്ങളില്ല. സർജറി ആവശ്യമില്ല എന്ന് പറയുമ്പം ആ ഇഞ്ചറി സിഗ്നിഫിക്കന്റ് അല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, ഹെവി ആക്സലറേഷൻ ഡീസലറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചറി എന്ന് പറയും. അതായത് ബോധം, പ്രതികരണം, ഓർമ്മ, ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ബാധിക്കാവുന്ന ചെറിയ ചെറിയ ചതവുകളാണ്. അതിനകത്ത് റിക്കവറി എങ്ങനെ വരും എന്നുള്ളത് സമയം കൊണ്ടാണ് നമ്മൾ പറയാം. വി വിൽ ഹാവ് ടു ഹെൽപ്പ് ഹർ ടു റിക്കവർ. അതൊരു ആർബിട്രറി ടൈം ഫ്രെയിം ആണ്. ദാറ്റ് ഈസ് വാട്ട് വി യൂഷ്വലി ഡു. വിൽ ഗീവ് എവറിത്തിങ് ടു സെറ്റിൽ ഡൗൺ ആൻഡ് സീ ആൻഡ് റീ അസസ്. വീണ്ടും അസസ് ചെയ്ത് പേഷ്യന്റ് റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും. മീൻവൈൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ വീൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ. ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ വീൽ കണ്ടിന്യൂ ദ പ്ലാൻ. സെറ്റിൽ ആവണം. ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. ആസ് സച്ച് ഒരു നേസോ എത്മോയിഡൽ ഫ്രാക്ചേഴ്സ് ഉണ്ട്. അത് അൺഡിസ്പ്ലേസ്ഡ് ആണ്. അതൊക്കെ ഇപ്പൊ എമർജൻസി ആയിട്ട് ഇന്റർവീൻ ചെയ്യേണ്ടതല്ല. ദ മേജർ കൺസേൺ ഈസ് ദ ബ്രെയിൻ ആൻഡ് ദ ലങ്. അത് രണ്ടും ഒപ്റ്റിമൈസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് വീഴ്ചയിൽ പറ്റിയതാണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ഇപ്പൊ കണ്ടിട്ടില്ല. ബട്ട് ഷീസ് ഓൺ സം മെഡിക്കേഷൻസ്. ഇറ്റ് മൈറ്റ് ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. വീൽ ഹാവ് ടു വെയിറ്റ്. ഇമ്പാക്റ്റിലാണ്. ബ്ലണ്ട് തൊറാക്സ്, ബ്ലണ്ട് ചെസ്റ്റ് ഇഞ്ചറി എന്ന് പറയും. വീഴ്ചയിൽ വന്ന് തട്ടുന്നതാണ്. ചതവിൽ വരുന്നതാണ്. വീണിട്ടുള്ള ചതവിന്ന് വന്നിട്ടാണ് അത് ആ റിബ്സ് ലങ്സിൽ കൊണ്ടിട്ടുണ്ടാവുന്ന ബ്ലീഡിംഗ് കൊണ്ട് വരുന്നത്. മേജർ ലോങ് ബോൺ ഫ്രാക്ചർ അങ്ങനെയൊന്നുമില്ല. Everybody is there, everybody is intimated, and everybody is involved. So he is the neurosurgeon, Dr. Michel. He is the head of orthopedics, doctor. I am the medical director, Dr. Krishnoni. There's a general surgeon involved, ENT doctors and maxillofacial. Everybody is here. Maxillofacial, all are here. Emergency physicians, everybody. ചെറിയ ചിഹ്നങ്ങളുണ്ട്. അൺഡിസ്പ്ലേസ്ഡ് ആണ്. നമുക്കത് ഓപ്പറേറ്റീവ് ഇന്റർവെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ലോങ് ബോൺ ഫ്രാക്ചേഴ്സ് മേജർ ആയിട്ടൊന്നുമില്ല. ഫുട്ടിൽ മാത്രം ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഇപ്പോൾ കണ്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ട്രീറ്റ് ചെയ്യാവുന്നുള്ളൂ. അതൊരു മേജർ വിഷയമല്ല. As of now, there is no emergency surgery ഒന്നും വാറന്റഡ് അല്ല. Okay, there is no emergency surgery, but then നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ we will watch for nearly 24 hours.
24 hours വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വേണോ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഇനി ആ പാടെ വേണമെങ്കിൽ ചെസ്റ്റിൽ ആ ഒരു രക്തം ഇത്തിരി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് ചിലപ്പോൾ അത് എടുക്കേണ്ടി വരും, ഒരു ഡ്രെയിൻ ഇടേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ ചെറുതായിട്ട് കോൺഷ്യസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ നമ്മൾ വെന്റിലേറ്റ് ചെയ്തു. വെന്റിലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ കോൺഷ്യസ് ലെവൽ നോക്കുന്നില്ലല്ലോ. വൂണ്ടിൽ സ്കാൽപ്പ് കുറച്ച് ലാസറേറ്റഡ് വൂണ്ട് ആയതുകൊണ്ട് തിയേറ്ററിൽ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സൂചന സ്കാൽപ്പ് ഇഞ്ചറി മാത്രമേ ഉള്ളൂ അൺകൺട്രോളബിൾ ആയിട്ടുള്ള. അത് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് വീൽ സൂചിച്ചു.